കൗമാരകലയുടെ വസന്തോത്സവത്തിന് നാളെ തിരിതെളിയാൻ പോകുന്നു. കൗമാരകലയുടെ തലസ്ഥാന നഗരിയാകാൻ തിരുവനന്തപുരം ഒരുങ്ങുന്നു. പല നിലക്ക് ഷിജോ ഒക്കെ വലിയ ആനന്ദത്തിലായിരിക്കും, കാത്തിരിപ്പിലായിരിക്കും. ഇന്ന് രാത്രിയോടുകൂടി ഏറെക്കുറെ അതിന് ആരംഭം കുറിക്കപ്പെടുകയാണ്. അപ്പോൾ കലോത്സവം എന്നാൽ ഈ മത്സരാർത്ഥികൾക്ക് മാത്രമല്ല, സ്കൂളുകൾക്ക് മാത്രമല്ല, മാധ്യമപ്രവർത്തകർക്കും വലിയ ഒരു എന്താ പറയുക, അവരുടെ ഒരു വലിയ സന്തോഷമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഒരു ആഘോഷമാണല്ലോ, ആഘോഷ പൊലിമയിലൂടെ ഒരു 7 ആഴ്ച ഇങ്ങനെ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന നാളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ കലോത്സവത്തിൻ്റെ ടീം ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ജിൽസിയൊക്കെ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ കലോത്സവത്തിന് പോയിരിക്കുകയാണ്. നാളെ മുതൽ ജിൽസി കലോത്സവ നഗരിയിൽ നിന്നും അവിടുത്തെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും. അപ്പോൾ എല്ലാ അർത്ഥത്തിലും മീഡിയ വണ്ണും അതിന് ഒരുങ്ങി നിൽക്കുമ്പോൾ കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളും മീഡിയ വൺ അതിനെത്ര കണ്ട് തയ്യാറെടുത്തു എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഷിജോ പറയും. ഷിജോ, ഏതെല്ലാം അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് കലോത്സവവുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട്? അപ്പം നമ്മുടെ തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയാണ് ഷിജോ? സൈഫോ, ഗുഡ് മോർണിംഗ്. ആദ്യമേ ചോദിക്കാനുള്ളത്, കഴിഞ്ഞ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കലോത്സവം എത്തുമ്പോൾ ഇവിടേക്ക് വരാൻ കഴിയാത്തതിൻ്റെ വിഷമം സൈഫോനുണ്ടോ? തീർച്ചയായും. കലോത്സവം കഴിഞ്ഞ കുറേ നാളുകളായി മീഡിയ വണ്ണിനൊപ്പം ഉണ്ടായിരുന്ന കാലങ്ങളിലൊക്കെ കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടിയാണ് സൂചിപ്പിച്ചത്. കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ലഹരിക്കൊപ്പം ഇങ്ങനെ ഒരു ഒരു ഒഴുക്ക് പോലെ പോകുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ കൊല്ലത്ത് വന്നു, തിരുവനന്തപുരത്ത് ആണ് അടുത്ത കലോത്സവം എന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് എന്തായാലും വരണമെന്ന് ആഗ്രഹിച്ചതാണ്. ചില പേഴ്സണൽ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ ചില വിഷയങ്ങളാൽ തിരുവനന്തപുരത്തേക്ക് എത്താൻ കഴിയുന്നില്ല. കലോത്സവം സത്യമായിട്ട് മിസ് ചെയ്യും, എല്ലാവരെയും മിസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ കുറവൊന്നും നിങ്ങളവിടെ വരുത്തരുത്, പൊളിച്ചേക്കണം. സൈഫു, ഒരു കുറവും ഉണ്ടാവില്ല. കൗമാരകലയുടെ വസന്തോത്സവത്തിന് ഇനിയുള്ള ഒരാഴ്ചക്കാലം തിരുവനന്തപുരത്ത് അങ്ങ് തിരിതെളിയുകയാണ്. നാളെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഔദ്യോഗികമായിട്ട് തുടക്കമാവുക. എല്ലാ സജ്ജീകരണങ്ങളുമായിട്ട് മീഡിയ വണ്ണും സജ്ജമായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ജിൽസി അടക്കമുള്ളൊരു വമ്പൻ ടീം രാവിലെ തന്നെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട്. ജിൽസിയുണ്ട്, ഷബീറുണ്ട്, അക്ഷയുണ്ട്, അനീഷയുണ്ട്. അങ്ങനെ തുടങ്ങി കോഴിക്കോട് നിന്ന് വലിയ വമ്പൻ ടീം തന്നെ ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ബ്യൂറോയും ഇവിടെ ഇപ്പോൾ സാജിക്കാട് നേതൃത്വത്തിൽ സൈഫ് സൈൻലാവുദ്ദീനും ഷിജോ കുര്യനും ആഷിക്കും സ്വാതന്ത്ര്യയും ഗോപാലും അങ്ങനെ തുടങ്ങി എല്ലാവരും കലോത്സവത്തിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഈ രാവിലെ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് കലോത്സവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് വന്നതാണ്. എന്തായാലും നാളെയാണ് കലോത്സവത്തിന് തുടക്കമാവുക. എല്ലാ സജ്ജീകരണങ്ങളും തിരുവനന്തപുരത്ത് പൂർത്തിയായിട്ടുണ്ട്. 25 വേദികളിലായിട്ടാണ് 25 വേദികളിൽ ആയിട്ടാണ് മത്സരങ്ങൾ നടത്തുക. ഇപ്പോൾ നമുക്കറിയാം, കൊല്ലത്ത് നടത്തിയ കലോത്സവം പോലെ തന്നെ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രാഥമിക ഘട്ട ഒരുക്കങ്ങളും വിവിധ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കിയതാണ്. മറ്റ് വിവിധ വകുപ്പുകളുണ്ട്, കോർപ്പറേഷൻ്റെയും മറ്റ് ബന്ധപ്പെട്ട അനുബന്ധ വകുപ്പുകളുടെയും എല്ലാം ഇടപെടലോടുകൂടിയാണ് സമയബന്ധിതമായി എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് നിൽക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിലൊക്കെ ഫോഗിങ് അടക്കമുള്ള പ്രക്രിയകൾ നടക്കുകയാണ്. ഇപ്പോൾ നല്ല പുകമഞ്ഞ് പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ് സെൻട്രൽ സ്റ്റേഡിയം. ആകെ പുകയിൽ കുളിച്ച് നിൽക്കുകയാണ് സെൻട്രൽ സ്റ്റേഡിയം. വരുന്ന ആളുകളുടെയും കായിക കലാപ്രതിഭാ താരങ്ങളുടെയും ഒക്കെ സുരക്ഷയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ സ്റ്റേഡിയത്തിലും തീർത്തിട്ടുള്ളത്. ഇപ്പോൾ മീഡിയ വൺ അടക്കം കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ തത്സമയം ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും മീഡിയ വണ്ണും സെൻട്രൽ സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഓരോ മത്സരത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഫലം, കുട്ടികളുടെ താരങ്ങളുടെ പ്രതികരണം അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഏറ്റവും ആദ്യം നമ്മുടെ സ്ക്രീനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും സ്റ്റേഡിയത്തിൽ മീഡിയ വണ്ണും സജ്ജമാക്കിയിട്ടുണ്ട്. അങ്ങനെ കൗമാര താരങ്ങളുടെ ഒരു വസന്തോത്സവത്തിന് തിരിതെളിയുകയാണ്. ഇന്നിപ്പോൾ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തേക്ക് എത്തും. കാസർഗോഡ് നിന്ന് പ്രയാണം തുടങ്ങിയ സ്വർണ്ണക്കപ്പ് ഇന്ന് ജില്ലയിൽ മന്ത്രി വി ശിവൻകുട്ടി സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. വിവിധ ഇടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് കപ്പ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ സ്വർണ്ണക്കപ്പ് ഇന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതോടുകൂടി വലിയ ഒരു ആഘോഷത്തിന് തിരിതെളിയുകയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാമാകം 14 ജില്ലകളിൽ നിന്നായി 15,000-ലധികം കലാപ്രതിഭകൾ പങ്കെടുക്കുന്ന ഒരു കലോത്സവമാണ് സ്കൂൾ കലോത്സവം. അപ്പോൾ ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് അതിൻ്റെ എല്ലാ വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മീഡിയ വണ്ണും സജ്ജമാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മന്ത്രി വി ശിവൻകുട്ടിയും മേയറും മറ്റ് ബന്ധപ്പെട്ട മന്ത്രിമാരും എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. നാളെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. സൈഫു.
ശരി ഷിജോ, അപ്പോൾ കലോത്സവം എത്തുന്നതിൻ്റെ ആവേശത്തിലും അതിൻ്റെ സന്തോഷത്തിലുമൊക്കെയാണ് ഞങ്ങളുടെ ടീം മുഴുവൻ ഉള്ളത്.